ലോക ഫുട്ബോളിലെ അത്ഭുതങ്ങളിലൊന്നാണ് 1950 ലോകകപ്പ് ഫൈനലിലെ ബ്രസീലിന്റെ തോൽവി. ബ്രസീൽ ഫുട്ബോളിന്റെ അഭിമാന സ്തംഭമായ മാരക്കാന സ്റ്റേഡിയത്തിൽ 2 ലക്ഷത്തിലേറെ കാണികളുടെ മുന്നിൽ വെച്ച് അവർ യുറുഗയോട് തോറ്റു. അതിന്റെ ഞെട്ടൽ താരങ്ങളെ മാത്രമല്ല, ആ രാജ്യത്തെ തന്നെ ഉലച്ചു. മാരക്കാനാസോ എന്നറിയപ്പെടുന്ന ആ അട്ടിമറി നടന്നത് 1950 ജൂലൈ 16 മാരക്കാനയുടെ നെഞ്ചിൽ ഒരു കടാര ആഞ്ഞു തറച്ചു. ചുടുചോര ചീറ്റുന്ന ഹൃദയവുമായി ബ്രസീൽ നിന്ന് പുളഞ്ഞു. തലസ്ഥാനമായ റിയോ ഡി ജനറോയിലേക്കുള്ള വഴികൾ വിലപിച്ചു നിന്നു. ലോക ഫുട്ബോളിന്റെ അഭിജാത പാരമ്പര്യം തുളുമ്പിയ ഒരു തുള്ളി കണ്ണുനീരിന് ബ്രസീൽ എന്ന് പേര്. അതെ, ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനലിൽ ബ്രസീലിന്റെ സ്വപ്നങ്ങളെ ആ മണ്ണിൽ തന്നെ ചുട്ടു ചാമ്പലാക്കി യുറുഗെ ചാമ്പ്യന്മാരായി. 1-2 ഗോളുകൾക്കായിരുന്നു യുറുഗയുടെ വിജയം. ബ്രസീലിയൻ ഫുട്ബോളിന്റെ അൾത്താരയായ മറക്കാന സ്റ്റേഡിയത്തിൽ നിറഞ്ഞ 2 ലക്ഷത്തിലേറെ കാണികൾ തങ്ങളുടെ ലോകം കീഴിൽമേൽ മറിഞ്ഞ ഞെട്ടലിൽ നിശബ്ദരായി വീടുകളിലേക്ക് മടങ്ങി. അവരിൽ പലർക്കും മനോനില നഷ്ടപ്പെട്ടിരുന്നു. യുറുഗയുടെ പ്രതിരോധത്തെ അതിജീവിക്കാൻ ബ്രസീൽ നടത്തിയ വിഫല ശ്രമങ്ങളാൽ സമ്പന്നമായിരുന്നു ആദ്യ പകുതി. ഗോളടിക്കാൻ അനുവദിക്കാതെ യുറുഗെ ബ്രസീലിനെ കെട്ടിവരിഞ്ഞു. എന്നാൽ ഇടവേള 2 മിനിറ്റ് പിന്നിടുമ്പോൾ ബ്രസീൽ ആക്രമണം അഴിച്ചുവിട്ടു. അൽബിനോ ഫ്രിയാഗ കാർഡിസോ എന്ന സാവോപോളോ ഫോർവേഡ് പായിച്ച താഴ്ന്ന ഷോട്ട് യുറുഗെ ഗോൾ കീപ്പർ റോക്കി മസ്പോളിക്ക് എത്തിപ്പിടിക്കാനായില്ല. ബ്രസീൽ 1 ഗോളുകൾക്ക് മുന്നിൽ. മാറക്കാനയുടെ തൊണ്ട പൊട്ടി ചോര കിനിഞ്ഞു. ബ്രസീലിയൻ ജനത ആർത്തിരമ്പി വിജയാരവം മുഴക്കി. ബ്രസീലിന് അത് മതിയായിരുന്നു. 16 ടീമുകൾ പങ്കെടുത്ത റൗണ്ട് റോബിൻ അടിസ്ഥാനത്തിലുള്ള ഈ ലോകകപ്പ് ബ്രസീലിന് കിരീടം നേടാൻ ഒരു സമനില ധാരാളമായിരുന്നു. യുറുഗേക്ക് ജയം ഉറപ്പായും വേണം. കാരണം അവസാന മത്സരത്തിനു മുമ്പുള്ള റൗണ്ട് റോബിൻ ടേബിളിൽ ബ്രസീലിന് 1 പോയിന്റ് താഴെയായിരുന്നു യുറുഗെ. 4 പോയിന്റുമായി ബ്രസീൽ ഒന്നാമതായും 3 പോയിന്റുമായി യുറുഗെ രണ്ടാമതും. ലോകകപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഒഫീഷ്യലായി ഫൈനൽ നടത്താതെയിരുന്ന ഒരു ലോകകപ്പ് കൂടിയായിരുന്നു 1950 ഫിഫ ലോകകപ്പ്. ബ്രസീൽ ആദ്യ ഗോൾ അടിച്ചതോടെ യുറുഗെ അപകടം മണത്തു. യുറുഗെ ക്യാപ്റ്റൻ ഒബ്ദുലിയോ വരേല ബ്രസീലിന്റെ ഗോൾ ഓഫ് സൈഡ് ആണെന്ന് വാദിച്ചു. പന്തുമായി റഫറിയുടെ അടുത്തെത്തി തർക്കിച്ചു. ഫലിച്ചില്ല. സമയം കളയാനുണ്ടായിരുന്നില്ല. പന്ത് കളിക്കളത്തിന്റെ നടുവിൽ കൊണ്ടുവച്ച് വരേല തന്റെ ടീം അംഗങ്ങളോട് ഉറക്കെ പറഞ്ഞു, ഇപ്പോൾ ഇതാണ് വിജയത്തിന്റെ സമയം. അന്ന് രാവിലത്തെ ക്യാപ്റ്റന്റെ പ്രകടനങ്ങൾ യുറുഗെ താരങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ബ്രസീലിയൻ പത്രമായ ഓ മുണ്ടോ ബ്രസീലിന്റെ വിജയം മത്സരത്തിനു മുമ്പേ ആഘോഷിച്ച് പ്രത്യേക പ്രഭാത പത്രം ഇറക്കിയിരുന്നു. അത് കണ്ട് യുറുഗെ ക്യാപ്റ്റൻ ശുഭിതനായി ആ പത്രങ്ങളുടെ കോപ്പികൾ അദ്ദേഹം കളിക്കാരുടെ ടോയ്ലറ്റുകളിലേക്ക് ഇട്ടിരുന്നു. അതിന്മേൽ മൂത്രമൊഴിക്കാനും പറഞ്ഞു. സഹതാരങ്ങളുടെ ആത്മവിശ്വാസം ഉയർത്താനായിരുന്നു ആ ചെയ്തികൾ. അത് ചെയ്തുവന്ന് കളിച്ച താരങ്ങൾ ഈ നിമിഷം വരേല പറഞ്ഞതനുസരിച്ചു. അവരുടെ കാലുകളിൽ ഇരട്ടി ഊർജമായി. പ്രതിരോധം വിട്ട് ആക്രമിക്കൂ എന്നുകൂടി കേട്ടതോടെ യുറുഗെ ടീമിൽ സ്ഫോടനങ്ങൾ നടന്നു. ബ്രസീൽ പ്രതിരോധത്തിൽ വെടിയുണ്ടകൾ പതിച്ചു. 66-ാം മിനിറ്റ് യുവാൻ ആൽബർട്ടോ ഷിയാഫിനോ എന്ന യുറുഗയുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആ അത്ഭുതം കൊണ്ടുവന്നു. അതെ, 1-1 ബ്രസീലും യുറുഗയും സമനില. അവിടം കൊണ്ട് അവസാനിക്കണേ എന്ന് മാരക്കാനയിലെ ജനലക്ഷങ്ങൾ പ്രാർത്ഥിച്ചു. പക്ഷേ വരാനുള്ളതിനെ തടുക്കാൻ ബ്രസീലിന്റെ ഗോൾ പോസ്റ്റിന് കഴിയുമായിരുന്നില്ല. 79-ാം മിനിറ്റ്. കളി അവസാനിക്കാൻ 11 മിനിറ്റുകൾ മാത്രം ബാക്കി. മൊയാസിർ ബാർബോസ നസീമാൻഡോ എന്ന ബ്രസീലിയൻ ഗോൾ കീപ്പറെ കബളിപ്പിച്ച് വലതുവിങ്ങിൽ നിന്ന് കുതിച്ചെത്തിയ ആൽസിഡൈസ് എൽഗാഡോ ഗിഗിയ പെരേര ബ്രസീലിയൻ നെഞ്ചിലേക്ക് അവസാന നിറയൊഴിച്ചു. അതെ, ബ്രസീലിയൻ ഗോൾ വല ചിന്നിച്ചിതറി. യുറുഗെ 1-2 ഗോളുകൾക്ക് ബ്രസീലിനെ തകർത്ത് മരക്കാനയിൽ വേൾഡ് കപ്പ് ഉയർത്തി. ബ്രസീൽ നിശബ്ദം. ഒരു ശവസംസ്കാര ചടങ്ങ് മാത്രമേ ഈ രാജ്യത്തിന് ബാക്കിയുള്ളൂ എന്ന് അവിടെ തിങ്ങി നിറഞ്ഞ ജനലക്ഷങ്ങളുടെ മനസ്സ് പറഞ്ഞു. അപ്പോൾ ഫിഫ ലോകകപ്പിന്റെയും അതുപോലെ തന്നെ ഖത്തറിൽ നടക്കാൻ പോകുന്ന ഫിഫ ലോകകപ്പ് 2022ന്റെയും പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.